ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ബ്യൂട്ടിഫുള്ളായി ഈ ഫ്ലവേഴ്സും ലീവ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓയിസ്റ്റർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ട്വിങ്ക്ലിംഗ് ത്രെഡ്സ്. ആദ്യം നമ്മൾ നീഡിൽ താഴത്തുനിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നീഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് മുകളിലേക്ക് കയറ്റി ഫ്രണ്ടിലേക്ക് കുത്തുക. എന്നിട്ട് ഈ ത്രെഡ് ആദ്യം സൂചിയുടെ മുകളിൽ കൂടി താഴത്തേക്ക് എടുക്കുക. എന്നിട്ട് സൂചി മുന്നോട്ട് വലിക്കുക. വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇപ്പം നമ്മൾ നീഡിൽ കുത്തി വലിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കുത്തിയെടുത്ത ആ ഭാഗത്തിൻ്റെ അടിയിലൂടെ നീഡിൽ പാസ് ചെയ്യുക. ഇത് ആ ത്രെഡിൻ്റെ അടിയിലൂടെ മാത്രമാണ് പാസ് ചെയ്യുന്നത്, ക്ലോത്തിൽ നമ്മൾ പാസ് ചെയ്യിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് വലിക്കരുത്, ലൂസാക്കി ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ലൂസാക്കി വെക്കുക. എന്നിട്ട് ഞാൻ ഈ നീഡിൽ താഴത്തേക്ക് എടുക്കുന്ന ഈ പോർഷനിൽ കുത്തി നീഡിൽ ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ലൂസാക്കി വെച്ച ഭാഗം വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നാലാണ് പ്രോപ്പറായിട്ട് ഈ സ്റ്റിച്ച് നീറ്റായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുള്ളൂ. എന്നിട്ട് ത്രെഡ് നീഡിലിൻ്റെ അടിയിലൂടെ എടുക്കുക. എന്നിട്ട് നീഡിൽ മുന്നോട്ട് വലിച്ച് ടൈറ്റാക്കുക. ഇതാണ് ഓയിസ്റ്റർ സ്റ്റിച്ച്. ഒരു ഫ്ലവറിന് പെറ്റൽ തയ്ക്കാനായിട്ട് ഭയങ്കര സിമ്പിളായിട്ടും ഈസി ആയിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ലോക്ക് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്തു താഴെ നോട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഒരു 6 പെറ്റൽസ് ചെയ്യുമ്പോൾ ഫ്ലവർ ആവും. അടുത്തത് നമ്മൾ എങ്ങനെയാണ് ഈ ലീഫ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ ലീഫിൻ്റെ താഴ്ഭാഗത്തുനിന്ന് നീഡിൽ താഴത്തുനിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ലീഫിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നീഡിൽ താഴത്തേക്ക് തന്നെ കുത്തി ത്രെഡ് വലിക്കുക. അതിനുശേഷം നമ്മുടെ ലീഫിൻ്റെ ആ കോർണർ ഭാഗം ഉണ്ടല്ലോ, അവിടെ നീഡിൽ പൊക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ഈ ലൈനിൻ്റെ അടിയിലൂടെ നീഡിൽ പാസ് ചെയ്യുക. ഇതും നമ്മൾ ക്ലോത്തിലൂടെ അല്ല എടുക്കുന്നത്, ആ ത്രെഡിൻ്റെ അടിയിലൂടെ മാത്രം നീഡിൽ പാസ് ചെയ്യുക. അതിനുശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ലീഫിൻ്റെ ആ ഷേപ്പിൽ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ കുത്തി റൈറ്റിൽ നിന്ന് കുത്തി ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ നമുക്ക് വരും. ഇനി കംപ്ലീറ്റ് ലീഫ് ഫില്ല് ചെയ്യാൻ ഈ സെയിം പ്രോസസ്സ് ഫോളോ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ലൈൻ്റെ അടിയിലൂടെ എടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നീഡിൽ കുത്തി റൈറ്റ് സൈഡിൽ പൊക്കിയെടുക്കുക. ഈ സെയിം പാറ്റേൺ കംപ്ലീറ്റ്ലി റിപ്പീറ്റ് ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലീഫിൻ്റെ സ്റ്റിച്ചാണ് കിട്ടുന്നത്. സെയിം പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യുക കംപ്ലീറ്റ്ലി. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ലൈൻ്റെ അടിയിലൂടെ നീഡിലെടുക്കുക. ആഫ്റ്റർ ദാറ്റ് ലെഫ്റ്റിൽ നിന്ന് കുത്തി റൈറ്റിലേക്ക് പൊക്കിയെടുക്കുക നീഡിൽ. ഒരു ലീഫിനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. ഭയങ്കര സിമ്പിളുമാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചും അല്ല. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ലീഫ് അങ്ങനെ ആ സെയിം പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ലോക്ക് ചെയ്യാനായിട്ട് താഴത്തേക്ക് നീഡിലെടുക്കുക, താഴെ നോട്ടിട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ ലീവ്സും ഫ്ലവേഴ്സും ചെയ്യാനായിട്ടുള്ള സ്റ്റിച്ച്. ആകെ 2 സ്റ്റിച്ച് പഠിച്ചാൽ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫ്ലവർ പാറ്റേൺ അല്ലെങ്കിൽ ലീവ്സിൻ്റെ പാറ്റേൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.